നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. കഴിഞ്ഞ ദശകത്തിൽ കണ്ടതുപോലെ തന്നെ ആ നാലാമത്തെ വരിയിൽ ഇവിടെ കാണാം ധൃ തരസ തരസ. യഥാർത്ഥത്തിൽ അത് ധൃതരസ, പെട്ടെന്നുണ്ടായ ആ ഒരു സന്തോഷാധിക്യം. തരസ എന്നത് പെട്ടെന്ന് എന്ന അർത്ഥം. അപ്പൊ ഇതേപോലെ തന്നെ ഈ ഒരു ദശകത്തിലും ഇതേ ഒരു രീതിയിലാണ് അദ്ദേഹം കാവ്യം രചിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം. ആ ലോകൈക സുന്ദരനായ ഭഗവാനെ കണ്ടപ്പോൾ, ഭഗവാനെ കണ്ട അവിടുത്തെ ആ വിദർഭ രാജ്യത്തെ എല്ലാ ജനവാസികൾക്കും പുരവാസികൾക്കൊക്കെ തന്നെ ആ രുക്മിണിയെ ജ്യേഷ്ഠനായ രുക്മി ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചതിന്റെ ആ ഒരു ആപത്തിനെ കുറിച്ചും, അല്ലെങ്കിൽ എന്തൊരു ഗതികേടാണ് പാവം ഞങ്ങളുടെ രാജകുമാരിക്ക് വന്നു ചേർന്നത് എന്ന് സങ്കടപ്പെടുകയാണ്. അതാണ് രണ്ടാമത്തെ ശ്ലോകം. ഭുവനകാന്തം അവേക്ഷ്യ, ഭുവനകാന്തമവേക്ഷ്യ ഭവത് വപുഹു, ഭവത് വപുർ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുല ഖേദജുഷാം പുരവാസിനാം സരുദിതൈഃ ഉദിതൈഃ അഗമത് നിശാം. സരുദിതൈരുദിതൈരഗമൻ നിശാം. ഭുവനകാന്തം, ഈ മൂന്ന് ഭുവനത്തിലും വെച്ച്, അല്ലെങ്കിൽ 14 ലോകങ്ങൾ, 3 ഭുവനം എന്നതുകൊണ്ട് 14 ലോകങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുൻപ് ഒരു ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലോകത്തിൽ വെച്ച് തന്നെ കാന്തം, അത്യധികം സുന്ദരനായിട്ടുള്ള, കാന്തം പോലെ ആകർഷിക്കുന്ന ഭവത് വപുഹു, അങ്ങയുടെ ആ ഒരു തിരുവുടൽ, തിരുമേനി അവേക്ഷ്യ കണ്ടിട്ട് നൃപസുതസ്യ, അപ്പോഴാണ് ആ പുരവാസികൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, നൃപസുതസ്യ, ആ രാജാവിന്റെ മകനായ രാജകുമാരന്റെ ചേഷ്ടിതം, ആ ഒരു പ്രവൃത്തി, തന്നിഷ്ടം, അതായത് ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു തന്നിഷ്ടത്തെ നിശമ്യച്ച, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ കേൾക്കുകയും അതറിയുകയും ചെയ്ത ആ പുരവാസികൾ വിപുല ഖേദജുഷാം, വിപുലം അത്യധികം ഖേദം, സങ്കടം ഉണ്ടായ പുരവാസിനാം, ആ പുരവാസികളുടെ, നഗരവാസികളുടെ സരുദിതൈഹി, രുദിതം ആവലാതി പറച്ചിൽ, സങ്കടം പറച്ചിൽ, ആ ആവലാതിയോടു കൂടെയുള്ള, അതാണ് സരുദിതൈഹി, അതിനോടുകൂടെ സങ്കടത്തോടുകൂടിയുള്ള ഉദിതൈഹി, ആ ആവലാതി പറച്ചിലുമൊക്കെയായിട്ട് നിശാം, ആ രാത്രി അഗമത്, അങ്ങനെ കഴിഞ്ഞുപോയി. ഭഗവാനെ കുറിച്ച് ആ പുരവാസികളൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ്, അയ്യോ, നമ്മുടെ രുക്മിണിക്ക് ഇത്രയും അനുയോജ്യനായിട്ടുള്ള ഒരു വരൻ ഈ ലോകത്ത് വേറെ കിട്ടുമോ? ഇതുപോലെ ഒരു വരനെ വെച്ചിട്ടാണല്ലോ ആ രുക്മി, ആ സുന്ദരിയായിട്ടുള്ള ലക്ഷ്മീദേവി തന്നെയായിട്ടുള്ള ആ രുക്മിണിയെ ഈ ദുഷ്ടനായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതെന്തൊരു ദുര്യോഗമാണ്! ആ കുഞ്ഞിതെങ്ങനെ സഹിക്കും? ആ ഭഗവാനും രുക്മിണിയും തമ്മിൽ എന്തൊരു ചേർച്ചയാണ്! ഇതുപോലെ ഒരു ചേർച്ച വേറെ ആർക്കുണ്ടാകും? ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ആവലാതി പറച്ചിലും സങ്കടം പറച്ചിലും
അവര് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, എല്ലാം നിശ്ചയിച്ചു പോയില്ലേ എന്ന ഒരു സങ്കടവും ഒക്കെ ആയിട്ട് അങ്ങനെ ആ രാത്രി കഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ശ്ലോകം 2. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാം. ഹരിശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രണാമം. ഗുരുക്കന്മാർക്കും പിതൃക്കൾക്കും പ്രണാമം. വേദവ്യാസനും ഭട്ടപാദർക്കും പ്രണാമം. ഗുരുവായൂരപ്പനും നമസ്കാരം. 79-ാം ദശകം 2-ാം ശ്ലോകം. ഇവിടെ രുക്മിണി കൃഷ്ണന്മാരുടെ ആ എല്ലാ തരത്തിലുള്ള യോജിപ്പും എല്ലാവർക്കും കണ്ടാൽ അറിയാവുന്ന തരത്തിലായിരുന്നു. ഭീഷ്മക മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിക്കുമ്പോൾ വിദർഭപുരവാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരമായിരിക്കുന്ന രൂപം അവർ കണ്ടു. കാന്തി നിറഞ്ഞ വളരെ ഉത്സാഹമുള്ളതായ ആ രൂപം. അങ്ങനെ അതുമാത്രമല്ല, ഭഗവാൻ ഭീഷ്മരാജാവിനോട് പറഞ്ഞു, ഇത്രേ ഞാനൊന്ന് നടന്ന് നഗരം കണ്ടിട്ട് വരാം. എന്താ കാരണം എന്ന് വെച്ചാൽ, വിവാഹ ദിവസം ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോവും. അംബാജി മന്ദിറിലേക്ക് ഞാൻ തൊഴാൻ പോകുന്നു. തൊഴിൽ തിരിച്ചു വരുമ്പോൾ തന്നെ കാത്ത് അവിടെ നിൽക്കണം, തേരിൻ്റെ വാതിലും തുറന്നു വെച്ചുകൊണ്ട് എന്നൊക്കെ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ അംബാജി മന്ദിരെന്നും എവിടെ നിൽക്കണം എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് വേണ്ടേ. അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഒന്ന് നടക്കാനും ഇറങ്ങാനും പുറത്തേക്ക്. അപ്പോൾ പറയുന്നുണ്ട് ഭീഷ്മരാജാവ്, ശത്രുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ, സൂക്ഷിക്കണം. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ആരെയും ഭയമില്ല. അങ്ങനെ നടക്കാൻ പോണ സമയത്ത് പുരവാസികൾ അതി കണ്ടതാണെങ്കിൽ കൂടിയിട്ട് കണ്ടു മതിവരാത്ത ഭഗവാന്റെ രൂപത്തിനെ വീണ്ടും കാണാനായിട്ട് എല്ലാവരും ഓരോ സ്ഥലത്തും തടിച്ചുകൂടി. ഇതാണ് ദ്വാരാധീശൻ ശ്രീകൃഷ്ണൻ എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതിസുന്ദരമൂർത്തി, നല്ല പൗരുഷത്വമുള്ളതായ ശരീരഘടന. ഇതൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, അവർ വിചാരിക്കുക മാത്രമല്ല, അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു. ഈ നമ്മുടെ രാജകുമാരിയായിരിക്കുന്ന രുക്മിണി ദേവിക്ക് ഇദ്ദേഹമാണ് ഏറ്റവും യോജിച്ചത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ രുക്മിണി ദേവി വിവാഹം ചെയ്യട്ടെ എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, ദുഷ്ടമനസ്സുള്ളതായ ആ രുക്മിണി ചെയ്തു വെച്ചതായ ചെയ്തികളൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. രുക്മിണിയോട് ഒരു വെറുപ്പുണ്ടായി തോന്നി. അതുമാത്രമല്ല, അവർക്ക് ആ രുക്മിണി ചെയ്ത പ്രവൃത്തികളെപ്പറ്റി ആലോചിച്ചപ്പോൾ ഒട്ടും രുക്മിണിക്ക് യോജിക്കാത്തതാണ് ശിശുപാലൻ അവർക്ക് മനസ്സിലായി. അതോർത്ത് അവർക്ക് പ്രവാസികൾക്ക് അത്രയും പ്രിയമുണ്ടായിരുന്നു അവർക്ക് രുക്മിണിയോട്. അവർക്ക് കരച്ചിലും വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടം വിചാരിക്കുകയാണ്, ഇത്രയും സുന്ദരനായിട്ടുള്ളതായ ദ്വാരകാധീശനുള്ളപ്പോൾ എന്തിനാണ് ഭീഷ്മരാജാവ് തൻ്റെ മകളെ ആ ദുഷ്ടനായ ശിശുപാലന് കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ ആ നാട്ടുകാർ കരച്ചിലും പറച്ചിലുമായിട്ട് കഴിച്ചു കൂട്ടിയിത്രേ. എന്ന് വെച്ചാൽ എന്തിനാണ് പുറത്തേക്ക് നടക്കാൻ പോയതെന്ന് വെച്ചാൽ, പിറ്റേ ദിവസം രുക്മിണിയും കൊണ്ട് പോയാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് തടസ്സമൊന്നും ഉണ്ടാവരുത്, എതിർക്കരുത് എന്നുള്ളതായ ഒരു ചിന്ത. അവിടെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത കാണാം. അതാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ എതിർക്കാതിരിക്കാൻ കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി സാധാരണക്കാരുടെ ഇടയിൽ കൂടി സഞ്ചരിച്ച്
എവിടെയാണ് അംബാജി മന്ദിരെന്നും എവിടെ പോയി നിൽക്കണമെന്നും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശിശുപാലാദികൾക്കും രുക്മിണി തുടങ്ങിയവർക്കൊക്കെ അങ്കലാപ്പായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഏതായാലും നല്ലൊരു രംഗമാണ് വിദർഭയിലെ ഭഗവാൻ ഉണ്ടാക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടാവും. നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പ്രവൃത്തി നന്നാവുമ്പോൾ അത് ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവും. അതുമാത്രമല്ല, യോജിക്കേണ്ടിടത്തതേ ഓരോന്നും യോജിപ്പിക്കാവൂ, അല്ലെങ്കിൽ അത് ആ ബന്ധം നിൽക്കില്ല. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ജാതകപ്പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ, വിവാഹത്തിൽ മനപ്പൊരുത്തം കൂടി നോക്കണം നമ്മൾ. അതും പ്രധാനൊരു വിഷയമായി നമ്മൾ കാണണം. അതുമാത്രമല്ല, വിവാഹത്തിൻ്റെ പ്രധാന ഘടകം പ്രേമമായിരിക്കണം. കാമം ആവരുത്, രൂപമാവരുത്, ഗുണങ്ങളായിരിക്കണം. ഇതൊക്കെ ഇവിടെ നമുക്ക് അറിയാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇടയിലും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരിശരണം.